സ്വാഭാവികമായിട്ട് അവർ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകും എന്നാണ്. ഈ രാഹുലിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണോ? അങ്ങനെ രാഹുലിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന രീതിയിലാണ് ഒരു പൊതുനിഗമനം? അല്ല, അതിന്റെ ഒരു വരട്ടെ, എൻ്റെ മുമ്പിൽ എത്തിയിട്ടില്ലല്ലോ. എത്താത്തൊരു കാര്യത്തിൽ ഞാൻ പ്രൊമച്വറായിട്ടൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. എല്ലാവർക്കും ഒരു അഭിപ്രായം ഉണ്ടാവും. ഇതുപോലുള്ളൊരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായം ഇല്ലാത്ത ഒരു വ്യക്തി പോലും ഉണ്ടാവില്ല. അല്ല, തീരുമാനം വരട്ടെ. ലെറ്റ് us വെയിറ്റ് ഫോർ എ ഡിസിഷൻ. അത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യുക എന്നുള്ളതല്ലേ ചെയ്യാൻ പറ്റും. പ്രതിപക്ഷ നേതാവ് രാഹുലിനെ തള്ളുകയാണ്. ഇത്തരത്തിലുള്ള നടപടികൾ ശരിയല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. സ്വാഭാവികമായിട്ട് അങ്ങനെ എന്നെ വരത്തുള്ളൂ. കാരണം ഈ നടപടിയെ അദ്ദേഹത്തിൻ്റെതായ രൂപത്തിൽ അദ്ദേഹം വിലയിരുത്തി. ഞങ്ങൾക്കും ഞങ്ങളുടേതായ അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ പ്രൊമച്വറായിട്ട് പറഞ്ഞ് അത് വീണ്ടും ഒരു തീരുമാനമെടുക്കുന്നതിനെ സ്വാധീനിക്കേണ്ട എന്ന് കരുതി മാത്രം അച്ചടക്ക സമിതിയുടെ മുന്നിൽ ഇക്കാര്യം ഇല്ല, എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒരു യഥാർത്ഥത്തിൽ അതിൻ്റെ സ്ട്രോങ് ഡെഫിനിഷൻ അനുസരിച്ചാണെങ്കിൽ അച്ചടക്കത്തിൻ്റെ ഇതിലല്ല വരുന്നത്. കേരളത്തിലൊരു പ്രധാനപ്പെട്ട പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇത്തരം ആരോപണങ്ങൾ പ്രതിപക്ഷ എതിർ വിഭാഗത്തിനെതിരെ വരികയാണെങ്കിൽ താങ്കളെ പോലുള്ള ആളുകളൊക്കെ ശക്തമായി പ്രതികരിക്കാറുണ്ട്. ഇതിനകത്ത് അനുകൂല എതിരെന്ന് പറയുന്ന പ്രശ്നമേ ഇല്ല. ഇതിനകത്ത് സമൂഹത്തിനെല്ലാം ഒരേ കാഴ്ചപ്പാടാണ്. പക്ഷേ അതിൻ്റെതായ പ്രോസസ്സിൽ പോകണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. കേന്ദ്ര നേതൃത്വം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനകത്ത് ഞാൻ ചാടിക്കയറി ഒരു പ്രൊമച്വർ ഒപ്പീനിയൻ പറയുന്നത് ശരിയോ എന്നുള്ളതാണ് ഞാൻ സ്വയം ചോദിക്കുന്ന ചോദ്യം. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ഒരു MLA ആയ വ്യക്തിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം വരുന്നു. പൊതുപ്രവർത്തകർ പാലിക്കേണ്ട ചില കാര്യങ്ങൾ അത് പാലിക്കാതെ പോയിട്ടുണ്ട്. ഇവിടെ ഒരു വ്യക്തി അദ്ദേഹം, ഞാൻ പറഞ്ഞല്ലോ, ഇത് വാദവിവാദങ്ങൾക്ക് പറ്റിയ ഒരു കാര്യമല്ല. വാദവിവാദം എവിടെ ചെന്ന് അവസാനിപ്പിക്കാൻ പറ്റും എന്നുള്ളത്, അവസാനിക്കും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ അതിനകത്തൊരു വിവാദത്തിലേക്കല്ല പോകുന്നത്. പക്ഷേ ഇതുപോലുള്ള ടെൻഡൻസികൾ ഉണ്ടാകരുത്. സമൂഹത്തിന് ഒരു മാതൃകയായി നിൽക്കുന്ന ആളുകളാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തനവും കോൺഗ്രസ് നേതൃത്വവും. അതിൻ്റെതായ രൂപത്തിൽ വരട്ടെ. പക്ഷേ ഫൈനൽ തീരുമാനം പറയേണ്ടത് കേന്ദ്ര നേതൃത്വമാണ്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. ഇരകളാക്കപ്പെട്ടവരെ നേതൃത്വത്തിന് പരാതി നൽകിയിട്ടും നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നൊരു ആക്ഷേപമൊക്കെ അവർ ഉന്നയിക്കുന്നുണ്ട്. അത് വരട്ടെ, അതൊക്കെ അന്വേഷണത്തിൽ വരേണ്ട കാര്യമല്ലേ. ഇപ്പോൾ പല ഒപ്പീനിയൻസാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ ഒപ്പീനിയനിൽ നമ്മളെ ബാധിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് കേന്ദ്ര നേതൃത്വം ഇടപെടുന്നതിനുള്ള നിലയിലേക്ക് വന്നിരിക്കുന്നത്. ഞാൻ KPCC പ്രസിഡന്റുമായിട്ട് സംസാരിച്ചു. പ്രതിപക്ഷ നേതാവിനോട് ബന്ധപ്പെടാൻ ശ്രമിച്ചു. അതൊക്കെ അതിൻ്റേതായ മുറയ്ക്കാണ് വരേണ്ടത്. വരട്ടെ. പക്ഷെ ഒരു കാര്യം പൊതുവായിട്ട് പറയാം. നമ്മളുടെ പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആളുകൾ, അത് ഏത് പാർട്ടിയിലാണെങ്കിലും ജനങ്ങളുടെ മുമ്പിൽ നല്ല മുഖത്തോടു കൂടി ജനങ്ങൾക്ക് മാതൃകയാക്കത്തക്ക വിധത്തിൽ പെരുമാറണം എന്ന് തന്നെയാണ്. രാഹുൽ തെറ്റുകാരനാണെന്ന് കണ്ടെത്തിയാൽ അത്തരത്തിലൊരു MLA സ്ഥാനം രാജിവെക്കേണ്ട ആന്റിസിപ്പേറ്റഡ് ക്വസ്റ്റ്യൻ ഇല്ലേ? അത് നമുക്ക് ഒരു സാങ്കല്പിക ചോദ്യങ്ങളില്ലേ? അതിന് മുമ്പ് തുടക്കത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഒരു പ്രോസസ്സുണ്ട്. അതിനകത്ത് കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. അതുവേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ല, ഞാൻ പറയാം, പല രംഗങ്ങളിലും ഉണ്ടല്ലോ. ഞാൻ ചോദ്യോത്തരായിട്ട് പറയാത്തത് കൊണ്ടാണ്. ഈ രംഗത്തുള്ള ആരായാലും എനിക്ക് അതിനകത്ത് വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളുടെ പ്രശ്നമൊന്നുമില്ല. അതൊരു മാതൃകയായിട്ട് നമ്മൾ നിൽക്കേണ്ടതാണ്. ഇതെന്താണ് ഇത് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണം കൊണ്ട് മാത്രമേ സാധ്യമാവൂ. ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ള കുറേ ഒപ്പീനിയൻസ് ഉണ്ട്. ഒപ്പീനിയൻ്റെ പുറത്തൊരു ഒപ്പീനിയൻ പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ട് മാത്രമാണ് അറ്റ് ദ പോയിന്റ് ഓഫ് ടൈം ഞാനൊരു പറയാതെ നിൽക്കുന്നത്. ലെറ്റ് us വെയിറ്റ് ഫോർ എ ഫൈനൽ. സംഭവങ്ങളിൽ കോൺഗ്രസ് മുന്നിൽ നിന്ന് ഇരകൾക്ക് വേണ്ടി വാദിക്കുന്ന പോരാടുന്ന ഒരു സംഘടനയാണ് കോൺഗ്രസ്. അത്തരത്തിലുള്ള കോൺഗ്രസിൽ തന്നെ ഇത്തരം ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് വലിയ രീതിയിൽ അവർക്ക് ആ പോരാട്ടത്തെ തന്നെ തകർക്കുന്ന രീതിയിലുള്ളതാണെന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കളൊക്കെ ഇപ്പോൾ പറയുന്നത്. ആകെയായിട്ട് ചോദിക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന തരത്തിലാണ് ഒരു എതിരാളികൾക്ക് ഒരു ആയുധം കൊടുക്കുക. അല്ലല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചില കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിനകത്ത് ആര് വിചാരിച്ചാലും നമ്മുടെ ആ കാഴ്ചപ്പാടിനകത്ത് മാറ്റം വരുന്ന പ്രശ്നമില്ല. പക്ഷേ ആ കാഴ്ചപ്പാടിനെ സംബന്ധിച്ച് പരസ്യമായി പറയാവുന്ന സമയമുണ്ട്. അതേസമയം ഒരു ഒപ്പീനിയൻ എടുക്കുന്നതിന് വേണ്ടി പാർട്ടി ഇടപെട്ട സന്ദർഭത്തിൽ ഞാൻ എൻ്റെ അഭിപ്രായം ഇവിടെ വെച്ച് ഒരു അഭിപ്രായം രേഖപ്പെടുത്തി അവരുടെ തീരുമാനത്തെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നില്ല. ഈ യുവനേതാക്കൾ റീൽസിൽ മാത്രമായി പോകുന്നു, കൃത്യമായി ഇറങ്ങി പ്രവർത്തിക്കുന്നില്ല എന്നുള്ള ആരോട് അത്തരത്തിലുള്ള കാര്യങ്ങളാണോ ഈ വീഴ്ചയിലേക്കൊക്കെ പോയത്? ഇത് രണ്ടും രണ്ടല്ലേ.
ഇത് രണ്ടും രണ്ടായിട്ട് കണ്ടാൽ മതി. അതുകൊണ്ട് വിഭാഗീയത ഇതിന്റെ ഒരു ഭാഗമായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത് പുറത്തു വരുന്നത്. അങ്ങനെ ചില സംശയങ്ങൾ, ചില ചർച്ചകൾ ഉയർന്നു വരുന്നത്. ഇപ്പൊ അറ്റ് പോയിന്റ് ഓഫ് ടൈം ഞാൻ അതിനെക്കുറിച്ച് ഒന്നും കമന്റ് ചെയ്യുന്നില്ല. അതൊക്കെ ഒരു അന്വേഷണം നടക്കുന്ന സമയത്ത് പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. അത് എന്താണോ എന്ന് ചില ഒപ്പീനിയന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പിന്നാലെ പറക്കുന്നത് ശരിയല്ല. കാരണം ഈ ആരോപണങ്ങൾക്ക് പിന്നിലും വാർത്തകൾ മാധ്യമങ്ങൾക്ക് വന്നതിന് പിന്നിലും കോൺഗ്രസ്സുകാർ തന്നെയാണ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ്, അല്ലെങ്കിൽ യുവ നേതാക്കൾ തന്നെയാണെന്നുള്ള ആക്ഷേപവും ഉയർന്നു. ഒരു അന്വേഷണം നടത്തി അങ്ങനെയാണ് വരുന്നതെന്ന് പറയുന്നത് നമുക്ക് ആ തീരുമാനത്തിലെത്താം. പക്ഷേ ഒരു അന്വേഷണം എന്തെങ്കിലും പൊതുവായിട്ട് വരുമ്പോഴല്ലേ അതൊക്കെ അറിയാൻ പറ്റും. സംസ്ഥാനം ഇപ്പൊ പ്രിമച്വർ സ്റ്റേജാണ്. ചില വാർത്തകൾ വന്നു, ചില ഡെപ്പോസിഷൻസ് വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് ഒരു ഒപ്പീനിയൻ പറഞ്ഞാൽ അത് കറക്റ്റ് ആവില്ല. അതിന്റെ കൃത്യമായ നിജസ്ഥിതി വരട്ടെ. വരുമ്പോൾ നമുക്ക് മുതിർന്ന കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കം പ്രതികരിക്കുകയാണ്. ഇതിൽ ചില നടപടിക്രമങ്ങളുണ്ട് എന്നുള്ളതാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. നമുക്ക് അങ്ങനെ പെട്ടെന്ന് ചാടിക്കേറി എന്തെങ്കിലും ചെയ്യാൻ കഴിയില്ല എന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നത്. ഇത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏതെങ്കിലും ഇതിന്റെ 100% ആരോപണം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ചാടിക്കേറി പ്രതികരിക്കുമായിരുന്നു എന്ന് ഈ നേതാക്കൾക്ക് എല്ലാവർക്കും ചിന്തിക്കാൻ കഴിയുന്നതാണ്. KPCC അധ്യക്ഷൻ നേരത്തെ വരട്ടെ വെയിറ്റ് ആൻഡ് സീ എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു.